പാലപ്പം നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാം. ഇന്ന് വളരെ പെട്ടെന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. അത് നല്ല മൃദുവായിട്ടുള്ള പാലപ്പത്തിൻ്റെ രീതിയിൽ ഇതുപോലെ തയ്യാറാക്കാം. ഇല്ല അരിക് നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് നല്ല അരികൊക്കെ നല്ല മുരിഞ്ഞ് പാലപ്പമായിട്ടും ഉണ്ടാക്കാം. പിന്നെ ഒരു കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് അപ്പക്കരയിൽ എങ്ങനെയാണ് പാലപ്പം തയ്യാറാക്കുന്നത്, കൂട്ടത്തിൽ കടലക്കറിയും കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. പാലപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യം 2 ടേബിൾ സ്പൂൺ റവ, ഇത് വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കുക. കപ്പി കാച്ചുന്നത് പോലെ നല്ലോണം കുറുക്കിയെടുത്താൽ മതി. കുറുക്കിയ റവയുടെ കൂട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം അത് നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം. ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. പിന്നെ അതേ പാത്രത്തിൽ റവ കളയണ്ടെന്നും പറഞ്ഞാണ് ഇതിൽ തന്നെ എടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിയും ആവശ്യത്തിന് തേങ്ങാപ്പാലും. അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ്. ഇപ്പം കടയിൽ നിന്ന് മേടിക്കുന്ന ഇടിയപ്പത്തിൻ്റെ അല്ല പാലപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടിയാണെങ്കിൽ അതെടുക്കാം. കൂടെ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് 1/4 തേങ്ങയിൽ നിന്നും 1-ാം പാലും 2-ാം പാലും 3-ാം പാലും കൂടെ ചേർത്ത് 2.5 കപ്പോളം തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1.25 കപ്പ് ചേർത്തിട്ടുണ്ട്. ആ അരിൻ്റെ കൂട്ട് മിക്സിയിലേക്കൊന്ന് പകർന്നിട്ട് ആ പാത്രവും തേങ്ങാപ്പാൽ വെച്ച് തന്നെ നന്നായിട്ട് കഴുകി അരയ്ക്കാനായിട്ട് ഒഴിക്കുക. ബാക്കിയുള്ള തേങ്ങാപ്പാൽ മാറ്റി വയ്ക്കാം, നമുക്ക് പിന്നീട് ചേർക്കുന്നതാണ്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര, അവരവരുടെ ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. ഡ്രൈ ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂട് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം പൊന്തി വയ്ക്കാനായിട്ട്, ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് ഈ അരച്ച് മാവിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുമ്പം ചേർത്താൽ മതി. അല്ലാതെ മിക്സിയിൽ അരയ്ക്കാനായിട്ട് അത് ചേർക്കേണ്ട ആവശ്യമില്ല. മിക്സി കഴുകി തേങ്ങാപ്പാൽ വെച്ച് തന്നെ ശകലം തേങ്ങാപ്പാൽ ഒഴിച്ചാണ് മിക്സി കഴുകിയിരിക്കുന്നത്. ബാക്കി തേങ്ങാപ്പാൽ ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് ചേർത്ത് ഇളക്കുക. ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ ആ ബാക്കി 1.25 മുകളിൽ ഏകദേശം എടുത്തിട്ടുണ്ട് മൊത്തമായിട്ട്. ആ തേങ്ങാപ്പാലും കൂടെ ചേർത്ത്, ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ട് മാവ്, തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നല്ലോണം കൈ കൊണ്ട് കലക്കി വെക്കുകയാണെങ്കിൽ എളുപ്പം മാവ് പുളിച്ച് പൊങ്ങി ഫെർമെൻ്റായി കിട്ടും. അതിനാണ് കൈ കൊണ്ട് കലക്കുന്നത്. ഒരു 2 മിനിറ്റ് കൈ കൊണ്ട് നന്നായിട്ട് കലക്കി പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് കടലക്കറി തയ്യാറാക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ നല്ലോണം വറുത്ത് മാറ്റി വയ്ക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഏലക്ക, പട്ട, ഗ്രാമ്പു അത് ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഗ്രാമ്പു ഒന്ന് മസാലയുടെ ഒരു മണം വരുന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടാം. പെരിഞ്ജീരകം നല്ലോണം പൊട്ടി കഴിയുമ്പം അതിലേക്ക് നമുക്ക് വഴറ്റാനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, തക്കാളി ഇടാം. ആദ്യം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം സവാളയിൽ നിന്ന് ഇട്ടാൽ മതി. ഇതൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഒന്ന് വാടി കിട്ടുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി അതൊന്ന് ചെറുതായിട്ട് കളറ് മാറി വരണം. ഒന്ന് വഴണ്ട് കിട്ടുമ്പോൾ നമുക്ക് തക്കാളി ചേർത്താൽ മതി. തക്കാളി ചേർത്ത് 2-3 മിനിറ്റ് വഴറ്റുക. അതിലുള്ള വെള്ളമയം ഒന്ന് മാറുന്നത് വരെ വഴറ്റിയാൽ മതി. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയുടെ കൂട്ട് നമുക്ക് മിക്സിയിലേക്ക് പകർന്നിട്ട്
തേങ്ങ വറുത്ത് വരുമ്പം അതൊരു അരക്കപ്പ് തേങ്ങയെ കാണത്തുള്ളൂ. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇനി കടലക്കറി തയ്യാറാക്കാനായിട്ട് ഒരു കുക്കറിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, 2 ചുവന്ന മുളകും കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കുക. ഇപ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കണമെങ്കിൽ ഇപ്പോൾ ചേർക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കരിവേപ്പില അടുത്തതായിട്ട് ചേർക്കുകയാണ്. കരിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റി കഴിയുമ്പം അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കുന്നതിന് മുന്നായിട്ട് പൊടികൾ നമുക്ക് ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ചെറിയ തീയിൽ വേണം പൊടികൾ ചേർക്കാനായിട്ട്. ഇത് വഴറ്റുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കണം. കൂടെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് വേണം നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും. ഇത് കറക്റ്റായിട്ട് നമുക്ക് മൂത്ത് കിട്ടുകയും ചെയ്യും. നമ്മൾ ചേർത്തിരിക്കുന്ന പൊടി 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അതിലൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്താൽ മതി. ഇത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവാള, തക്കാളി, തേങ്ങ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പേസ്റ്റ് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 8 മണിക്കൂർ കുതിർത്ത് നന്നായിട്ട് കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന വെള്ളക്കടലയാണ് ചേർക്കുന്നത്. കടലയും കൂടെ ചേർത്ത് ഒരു 2 മുതൽ 3 കപ്പ് വരെ വെള്ളം ചേർക്കാം. കുറച്ചും കൂടെ ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ 4 കപ്പ് വരെ ചേർക്കാം. ഇത് നമ്മൾ നന്നായി വേവിച്ച് വെച്ചതിന് ശേഷം തണുത്തുക്കും തോറും ഇത് കുറുകി വരും. അതുകൊണ്ട് അതനുസരിച്ച് വെള്ളം ചേർക്കുക. വെള്ളം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുക്കർ അടച്ച് വെച്ച് 6 മുതൽ 8 വിസിൽ വരെ വേവിച്ചെടുക്കുക. കടല നല്ലോണം വേവണം. ഓരോരോ കുക്കറും നമ്മൾ കത്തിക്കുന്ന തീയുടെ ഫ്ലെയിമും അനുസരിച്ച് വിസിലിൻ്റെ നമ്പർ ചിലപ്പം കുറച്ച് മാറ്റം വരും. എന്തായാലും കടല നല്ലോണം വേവുന്നത് വരെ വേവിച്ചെടുക്കുക. പ്രഷർ താഴുമ്പം കുക്കർ തുറന്ന് ഒരു തവി വെച്ച് നമ്മളിത് ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഇരിക്കും. അതൊന്ന് കുറുകാനായിട്ട് ഇതുപോലെ കടല തവി വെച്ച് തന്നെ ഒന്ന് ചേർത്ത് ഇതുപോലെ അമർത്തി കൊടുത്തിട്ട് ഒരു 5-6 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 15 മുതൽ അരമണിക്കൂർ വരെ മാറ്റി വയ്ക്കുമ്പം നല്ല കുറുകിയ പരുവത്തിലുള്ള കടലക്കറി നമുക്ക് കിട്ടും. ഇത് നമുക്ക് ചപ്പാത്തിയോ ഇടിയപ്പം, പുട്ട്, എന്തിൻ്റെ അപ്പം, ചോറ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് വിളമ്പാവുന്നതാണ്. വളരെ എളുപ്പം കുക്കറിൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്ന വെള്ളക്കടലയാണ് ഇന്ന് അപ്പത്തിൻ്റെ കൂടെ വിളമ്പുന്നത്. നമ്മൾ കടലക്കറി ഉണ്ടാക്കി വയ്ക്കുന്ന ആ സമയം കൊണ്ട് കുറച്ചും കൂടെ ചിലപ്പം സമയം എടുക്കുമായിരിക്കും. അപ്പത്തിൻ്റെ മാവ് നല്ലോണം പുളിച്ച് നമുക്ക് പൊന്തി വന്നിട്ടുണ്ട്. അത് തവി കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം പുളിച്ച് വന്ന് കഴിയുമ്പോൾ ഈ അരിപ്പൊടി ആയതുകൊണ്ട് മാവ് ഒന്ന് കട്ടിയായിട്ട് വരും. ആ സമയത്ത് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്കതൊന്ന് നേർപ്പിച്ചെടുക്കാം. ഇപ്പം ആദ്യം തയ്യാറാക്കുന്ന അപ്പം നല്ല മൃദുവായിട്ടുള്ള അപ്പമാണ്. അരികു വലുതായിട്ട് മുരിയാത്ത ആ രീതിയിലുള്ള അപ്പത്തിന് മാവ് കുറച്ച് കട്ടിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന മാവ് അപ്പച്ചട്ടിയിൽ ഒഴിക്കുക. ചട്ടി നല്ലോണം ചൂടായിട്ട് മീഡിയം തീയിൽ മാറ്റിയിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അടച്ച് വെച്ച് അരിക് ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ വേവിച്ചെടുക്കുക. അരിക് മൊരിഞ്ഞ് വരുമ്പോൾ നടുക്കും നല്ലോണം വെന്ത് വരും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര മൃദുവാണെന്ന്. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. ഈ അപ്പം ഇതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ അപ്പങ്ങളായിട്ടും നമുക്ക് ഉണ്ണിയപ്പക്കാരയിൽ തയ്യാറാക്കി എടുക്കാം. അപ്പം ഈ അപ്പമാണ് വേണമെന്നുണ്ടെങ്കിൽ ആ മാവ് കൊണ്ട് തന്നെ നമുക്കിതുപോലെ ബാക്കിയുള്ള അപ്പം നല്ല മൃദുവായിട്ടുള്ള അപ്പം ചുട്ടെടുക്കാം. മീഡിയം തീയിൽ വെച്ച് വേണം അപ്പം ചുട്ടെടുക്കാനായിട്ട്.
മൃദുവായിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കാം. ഇനി അതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് അപ്പക്കാരയിൽ ഇതുപോലെ അപ്പം തയ്യാറാക്കാം. ഇത് ആദ്യം കാണിച്ചു തരാനാണ് ഒഴിക്കുന്നത്. ഇതുപോലെ മുഴുവനായിട്ട് നമ്മൾ അപ്പത്തിൻ്റെ മാവ് കുഴിയിൽ നിറയ്ക്കരുത്. ഒരു 1/4 ഭാഗം മാത്രമേ നിറയ്ക്കാവൂ. ഇതുപോലെ തവി കൊണ്ടിങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ഒരുമിച്ച് ഇതുപോലെ ഒഴിച്ചിട്ട് ഒരു ചെറിയ കുഴിയുള്ള സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റം നല്ലോണം മുരിഞ്ഞു വരാനായിട്ട് കിട്ടും. അപ്പം മുഴുവൻ മാവ് നമുക്ക് ഒഴിക്കുമ്പോൾ അത് നമുക്ക് പ്രസ് ചെയ്യാൻ ആ സമയം കൊണ്ട് തന്നെ ചിലപ്പോൾ അതൊന്ന് 1/4 ഭാഗം വെന്തും കാണും, നമുക്ക് പ്രസ് ചെയ്യാനായിട്ട് പറ്റത്തുമില്ല. ബാക്കിയുള്ള അപ്പം ഈ രീതിയിൽ ഞാൻ പ്രസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. 1/2 മുതൽ 1/4 വരെ മാവ് ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ലോണം ഒരു 2 പ്രാവശ്യം നടുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുമ്പം അപ്പം നമുക്ക് റെഡിയാവും. അല്ല നമുക്ക് ഇതേ മാവ് ചെറിയ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് പ്രസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അപ്പത്തിൻ്റെ ടെക്സ്ചർ നല്ലോണം ശരിയായി കിട്ടും. അറ്റമൊക്കെ നല്ല ക്രിസ്പായിട്ട് വരും. നമ്മൾ മൊത്തം ഒഴിച്ചിട്ട് ഒന്നുകിൽ അപ്പച്ചട്ടി മൊത്തമായിട്ടൊന്ന് ചുറ്റിക്കുക. എങ്കിലും ഈ ടെക്സ്ചർ വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇതുപോലെ ഓരോ അപ്പവും ഇതുപോലെ ഒന്ന് തവി വെച്ച് പ്രസ് ചെയ്ത് അടച്ചു വെച്ച് അറ്റം നല്ലോണം മൊരിഞ്ഞ് കിട്ടുന്നത് വരെ വേവിച്ചെടുക്കുക. മീഡിയം തീയിൽ തന്നെ വേവിക്കണം. എന്നിട്ട് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇളകി നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഒരു പ്ലേറ്റിൽ ഇതുപോലെ നിരത്തി വെച്ചാൽ മതി. ഇതുപോലെ ബാക്കിയുള്ള ചെറിയ അപ്പങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടെ തയ്യാറാക്കുക. കാണാനും നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഇതുപോലെ ചെറിയ അപ്പം നമുക്ക് തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് 1/2 സ്പൂൺ കടലക്കറി ഒഴിച്ച് അവർക്ക് ഒരു വായിൽ തന്നെ ഓരോരോ അപ്പത്തിൻ്റെ പീസ് കഴിക്കാൻ പറ്റുന്നതുമാണ്. ഇതുപോലെ ചെറിയ കിണ്ണങ്ങൾ പോലെയുള്ള അപ്പം തയ്യാറാക്കി. ഇനി മാവ് നല്ല ക്രിസ്പായിട്ട് വരുന്ന അപ്പമാണ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നും കൂടെ നേർപ്പിക്കുക. അപ്പോൾ നമുക്കിതുപോലെ എളുപ്പം ചുറ്റിയെടുക്കാൻ പറ്റും. അറ്റത്തിൽ നിറയെ കുമിളകൾ പോലെ വരുമ്പം അത് നല്ലോണം അറ്റം നമുക്ക് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഒന്നും കൂടെ കൂടുതൽ മൊരിയണമെന്നുണ്ടെങ്കിൽ ശകലം ഒരു മിനിറ്റും കൂടെ അത് നല്ലോണം കുറച്ചും കൂടെ മൊരിഞ്ഞ് കിട്ടുന്നത് വരെ മൊരിപ്പിച്ചെടുക്കുക. ഇതുപോലെ എളുപ്പം നമുക്ക് ഒരേ മാവ് കൊണ്ട് തന്നെ 2 രീതിയിൽ അപ്പം തയ്യാറാക്കാം. പിന്നെ കുട്ടികൾക്ക് ആകർഷിക്കാനായിട്ട് ഇതുപോലെ ചെറിയ അപ്പവും നമുക്ക് അതേ മാവ് കൊണ്ട് തന്നെ തയ്യാറാക്കാം. അരിക് നല്ലോണം മൊരിഞ്ഞ അപ്പം, ഇതുപോലെ ചെറിയ മിനി അപ്പം, നല്ല പഞ്ഞി പോലത്തെ അപ്പം, 3 അപ്പവും നമുക്ക് ഈ രീതിയിൽ ഇതേ മാവ് കൊണ്ട് തയ്യാറാക്കാം. ഇപ്പോൾ പഞ്ഞി പോലെ ഇരിക്കുന്ന ഈ അപ്പത്തിൻ്റെ ടെക്സ്ചർ ഇതാ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ കഷ്ണങ്ങൾ മുറിച്ചെടുക്കുമ്പോൾ തന്നെ അറിയാം അത്ര മൃദുവാണ്. എല്ലാവരും അപ്പം കുക്കറിൽ നമുക്ക് എളുപ്പം തയ്യാറാക്കാവുന്ന വറുത്തരച്ച കടലക്കറിയും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.